അന്ന് എപ്പോഴാ 10-40 കൊല്ലം മുമ്പത്തെ കാര്യം കേട്ടോ പറയണം. അന്ന് ജാതി ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അച്ഛൻ്റെ തൊട്ട് താഴെയുള്ള ജാതി അമ്മ. അച്ഛൻ മാല കെട്ടുന്ന വാരസ്യന്മാരെന്നൊക്കെ പറയും, നമ്പീശൻ എന്ന് പറയും. അച്ഛൻ ആ ജാതിയായിരുന്നു, അമ്മ അതിൻ്റെ താഴെയായിരുന്നു. അപ്പം അതൊക്കെ അന്ന് ഭയങ്കര പ്രശ്നമാണ്, കെട്ടാൻ പാടില്ല എന്നൊക്കെ. പക്ഷെ അമ്മ രജിസ്റ്റർ മാരേജ് ചെയ്തതാട്ടോ. ശരി, അതിന്റെ കടലാസൊക്കെ ഇപ്പോഴും ഉണ്ട്. പിന്നീട് അവർ കോണ്ടാക്ട് ചെയ്തില്ല, അമ്മയുടെ ഫാമിലി ഒന്നും? ഇല്ല, അവർക്ക് അത് ഇല്ല. അവർക്ക് ഭയങ്കര ഇല്ല. സ്നേഹിച്ച് പോവാന്ന് പറഞ്ഞാൽ അന്ന് ഭയങ്കര തെറ്റാണ്. എന്നുവെച്ചാൽ അമ്മയുടെ വീട്ടുകാരും അമ്മേനെ കല്യാണം കഴിച്ച് കൊടുക്കണം എന്നുള്ള ഒരു മനസ്സും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അമ്മ 30-32 വയസ്സ് വരെ അമ്മ വീടിന് വേണ്ടി കഷ്ടപ്പെട്ടു. ജോലിക്ക് പോവായിരുന്നു അമ്മ, വീട്ടുപണിക്ക്. 4ാം ക്ലാസ് മുതൽ അമ്മ വീട്ടു ജോലിക്ക് പോവായിരുന്നു, അമ്മയുടെ 4ാം ക്ലാസ്സിൽ പഠിപ്പൊക്കെ നിർത്തിയിട്ട്. അപ്പൊ അത് വിട്ടിട്ട് 30 വയസ്സ് വരെയും അമ്മ ആ വീടിന് വേണ്ടി അമ്മയുടെ അനിയത്തിമാരൊക്കെ പഠിച്ചു, അവരൊക്കെ പഠിച്ച് ബോംബെയിലൊക്കെ ജോലിയായി, അവരൊക്കെ സെറ്റിൽഡായി. അവരുടെ അമ്മയുടെ അനിയത്തിമാർക്കടക്കം കല്യാണം ആലോചിച്ച് തുടങ്ങി. അപ്പോഴും അമ്മ പണിക്ക് പോയിക്കൊണ്ടിരിക്കുക. അമ്മേനെന്നാ കല്യാണം കഴിച്ച് വിടണമെന്നോ അങ്ങനെയൊന്നും ഒരു ചിന്തയുമില്ല. അപ്പോഴാണ് അച്ഛൻ വരുന്നത്, ഇഷ്ടാണ് എന്നും പറഞ്ഞ് അച്ഛൻ വരുന്നത്. അപ്പൊ അമ്മ വിചാരിച്ചു ഇതൊന്നും ഒരു രക്ഷപ്പെടലാവും. അത് പക്ഷെ എരിചട്ടിന്ന് പറചട്ടിയിലേക്ക് പോയി. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടേ, ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് അറിയില്ല, ഇനിയിപ്പോ അതിന് എത്ര കമന്റ്സ് വരും എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പൊ സിനിമാ നടികളായാലും അല്ല വേറെ ഏത് പെണ്ണുങ്ങളായിക്കോട്ടെ, 5-6 കല്യാണം കഴിച്ചു, 5 കല്യാണം കഴിച്ചു, 6 കല്യാണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞ് ജനങ്ങൾ കുറ്റപ്പെടുത്തുമ്പോഴും ഞാൻ ഒരിക്കലും ഒരു സ്ത്രീയും ഞാൻ കുറ്റപ്പെടുത്തൂല. എന്താണെന്നറിയോ, ഒരാൾ ഉപേക്ഷിച്ചു, ഓക്കെ, ഇവര് വിചാരിക്കുന്നത് അടുത്ത ആള് നമ്മളെ സ്നേഹിക്കുമ്പോൾ ഇയാള് നമ്മളെ നോക്കുമായിരിക്കും. അപ്പൊ നമ്മൾ അപ്പൊ എല്ലാരും ചിന്തിക്കുക, ഒരുത്തൻ പോയി പറഞ്ഞില്ലേ ഇത്, അങ്ങനെ വിചാരിക്കും. പക്ഷെ അല്ല, അത് നമ്മൾ മറക്കും ഓട്ടോമാറ്റിക്കലി. ഒരാള് പുതിയത് വരുമ്പോ നമ്മൾ വിചാരിക്കും ഇയാളെങ്കിലും നോക്കുമായിരിക്കും എന്ന് വിചാരിച്ചാണ് നമ്മൾ. അല്ലാണ്ട് ഒരു പെണ്ണും 5-6 ബന്ധം ഇഷ്ടപ്പെടുന്നവരായിരിക്കാൻ വഴിയില്ലല്ലോ, ഒരിക്കലും അല്ല. എനിക്ക് തോന്നുന്നത് ഒരുവിധം എല്ലാ പെണ്ണുങ്ങളും ഒരാളിൽ ഒതുങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ്. പക്ഷെ ഈ വരുന്നവര് നമ്മള് ചതിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏറ്റവും വലിയ എക്സാമ്പിൾ ആണല്ലോ എന്റെ അമ്മ. പക്ഷെ അമ്മ പിന്നെ അച്ഛൻ്റെ അങ്ങനെ ഒരു ഇത് കിട്ടിയപ്പോ അമ്മ തീർന്ന്. അപ്പൊ ഞാൻ അമ്മയുടെ അടുത്ത് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്, അമ്മ അച്ഛൻ ഇങ്ങനെ ഇട്ടിട്ട് പോയപ്പോ അമ്മയ്ക്ക് എന്താ തോന്നിയേ എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞത്, അച്ഛൻ പോയി, അതായത് പോലീസുകാരെ അമ്മോട് പറയണേ, ഇനിയിപ്പൊ അയാള് വരും തോന്നണില്ല രാധേ, കൊറേ അന്വേഷിച്ചു കിട്ടാ ഒരു വഴിയില്ല, അന്ന് ഫോണൊന്നും ഇല്ലല്ലോ. അപ്പൊ രാധ ഇനിയിപ്പോ മോളെ നോക്കി ഇരിക്കുകയായിരിക്കും നല്ലത്, ഇനിയിപ്പൊ അയാൾ ഇനി തിരിച്ചു വരും തോന്നണില്ല. അപ്പൊ പോലീസുകാർക്ക് മനസ്സിലായി തോന്നുന്നു അയാൾ എവിടെയോ കല്യാണം കഴിച്ച് സെറ്റിൽഡ് ആയി എന്നുള്ളത്. അത് അമ്മയോട് പറയാനൊരു ബുദ്ധിമുട്ടായിട്ടാണോ എന്തോ അങ്ങനെ പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു, എനിക്കിങ്ങനെ അച്ഛൻ പോയി അങ്ങോട്ട് പോലീസുകാരും അടുത്തുള്ളവരും അങ്ങനെയൊക്കെ ഉപേക്ഷിച്ച് പോയതാണ് എന്നാണ്. അപ്പൊ അമ്മ പറഞ്ഞു, എൻ്റെ അങ്ങനെ തലയ്ക്കടി കിട്ടിയ പോലെയാ തോന്നിയത്. അമ്മ പറഞ്ഞു, കരഞ്ഞു, പിന്നെ ഞാൻ കരഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അമ്മയ്ക്ക് അമ്മയുടെ ലൈഫില് അച്ഛൻ പോയതാണ് ഏറ്റവും വലിയ ട്രാജഡി. ഇനി ആര് മരിച്ചാലും അമ്മ ആവില്ല. അതായത് ഒരാളെ വിശ്വസിച്ച് നമ്മൾ പോരല്ലേ, അയാള് ജീവിതകാലം മുഴുവൻ ഗർഭിണിയുമായിട്ട് പോണതല്ലേ. അപ്പൊ മേ ബി അമ്മയുടെ ഉള്ളില് അതായിരിക്കും ഏറ്റവും വലിയ മരണം. അതാണ് അമ്മയ്ക്ക് ബാക്കിയെല്ലാം ഇനി എന്ത്. അമ്മ ഏറ്റവും നന്നായി വിചാരിച്ചത് അച്ഛനല്ലേ. അതാണ് കേട്ടോ അമ്മ എന്നോട് പറഞ്ഞത്, ഇതാണോ അത്ര വലിയ കാര്യം ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞപ്പോ. അപ്പൊ ഞാൻ ആ ചേട്ടന്റെ അടുത്ത് താഴെ കമന്റ്സ് ചെയ്തു, ചേട്ടാ അതല്ല, അമ്മ മരണത്തെക്കാൾ വലുത് എടുത്ത് ചോദിച്ചത്. കാരണം അങ്ങനെ പെട്ടെന്ന് പറയുമ്പോൾ ആളുകൾ, പക്ഷെ നമുക്ക് മനസ്സിലായി, ഇന്റർവ്യൂ മൊത്തത്തിൽ കണ്ടവർക്ക് അത്രയും ബോൾഡ് ആയതുകൊണ്ട്. അല്ല, അത് മേ ബി ഞാനിപ്പോ ആ ഇന്റർവ്യൂ കണ്ട വേറൊരു കുട്ടി പറഞ്ഞിട്ട് ഞാൻ ആ ഇന്റർവ്യൂ കണ്ടാൽ ഞാനും വിചാരിക്കും ഒരാൾ മരിക്കുമ്പോഴാണോ അങ്ങനെ തമാശ. അത് അമ്മ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല, ഒരിക്കലും അല്ല. പിന്നെ അമ്മ അത്രയും വേദനയിലൂടെയൊക്കെ വന്നു, ചേച്ചിയും പിന്നീട് അമ്മേനെ സഹായിക്കണം, അമ്മയുടെ കൂടെ നിൽക്കണം. അല്ല, അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ആരെയും സ്നേഹിക്കാനും തോന്നാത്തത്. അതിന്റെ പിന്നിൽ അങ്ങനെ ഒരു കാര്യം കൂടെ. ഇപ്പൊ എനിക്ക് ആരും ഇഷ്ടമല്ല, കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ല എന്നൊക്കെ പറയുമ്പോ എന്നോട് കുറെ പേര് ചോദിക്കുന്നത്, അപ്പൊ എന്തെങ്കിലും പ്രണയം ഉണ്ടാവും, അല്ലെങ്കിൽ ആരെങ്കിലും പറ്റിച്ച് പോയിട്ടുണ്ടാവും എന്നൊക്കെയാ. ഒരിക്കലും അല്ല, എന്നെ ആരും ഇങ്ങോട്ട് വന്ന് സ്നേഹാന്ന് പറഞ്ഞിട്ടുമില്ല. പിന്നെ പിന്നെ എല്ലാവർക്കും എന്നിലൊരു അയ്യോ പാവം അങ്ങനെ ഒരു ഇതാണ്. കാരണം എൻ്റെ കഥ എല്ലാവർക്കും അറിയാം, നമ്മുടെ ഫീൽഡിൽ വന്നിട്ട് അതിന് മുമ്പേ ഒക്കെ മായ എങ്ങനെയാണ് വന്നത് എന്ന് ഒരുവിധം എല്ലാവർക്കും അറിയാം. അപ്പൊ പിന്നെ ആരും എൻ്റെ അടുത്ത് അങ്ങനെ ഒരു ശല്യം ചെയ്യാനോ അല്ലെങ്കിൽ ഇഷ്ടാന്ന് പറയാൻ അങ്ങനെയൊന്നും നിന്നിട്ടില്ല. ഇല്ല, എനിക്ക് അമ്മയുടെ ലൈഫ്
ശരിക്കും അതുകൊണ്ടാണ് ചേച്ചി വേറൊരു റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും പിന്നെ നോക്കാതെ ഈ ഒരു റീസൺ അത് ഒരു റീസൺ. പിന്നെ എനിക്ക് അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ ഇനിയിപ്പോ നമ്മള് സ്നേഹിച്ചിട്ട് ഇനി ആരെങ്കിലും നീ ഇനി അഭിനയിക്കാനൊന്നും പോണ്ടെന്ന് പറയോ, ആ ഒരു പേടിയുണ്ട്. പിന്നെ അമ്മേനെ ഇങ്ങനെ അമ്മയുടെ ലൈഫ്, അതായത് ഇങ്ങനെ പാത്രം തേച്ചും നമ്മളിങ്ങനെ കണ്ണു തുറക്കുമ്പോ കാണുന്നത് അമ്മ വല്ലോരെ വീട്ടുപണി ചെയ്യുന്നതാ. ഒയ്യോ, അടിച്ചു എപ്പോഴും രാത്രി 12 മണി വരെയും പണിയാ. രാവിലെ 4 മണിക്ക് എഴുന്നേറ്റാ അത് ഈ അച്ഛൻ കാരണല്ലേന്ന് എന്റെ ഉള്ളില്. അച്ഛൻ ഇട്ടിട്ട് അച്ഛൻ ഉപേക്ഷിച്ച് പോയതുകൊണ്ടല്ലേ അമ്മ ഇത്രയും, അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഗതി വരില്ലായിരുന്നല്ലോ എന്നുള്ളില്. അപ്പൊ മേ ബി എന്റെ ലൈഫ് അങ്ങനെയല്ലായിരിക്കാം ചിലപ്പോ. എനിക്ക് ചിലപ്പോ നല്ല ആളെ കിട്ടുമായിരിക്കാം. ഇല്ലെങ്കിൽ ഞാനും ഇതേ സിറ്റുവേഷനാണ്. എനിക്കൊരു കുഞ്ഞായിട്ട് അയാൾ ഇട്ടിട്ട് പോയാൽ ഞാൻ ഇനി എന്ത് ചെയ്യൂ? അതെനിക്ക് ചെറുപ്പത്തിലെ ഒരു പേടി ഉണ്ടായിരുന്നു. പിന്നെ കല്യാണം വന്നപ്പോഴും ഈ +1 +2 പഠിക്കുമ്പോൾ എനിക്ക് കുറെ കല്യാണങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ അപ്പോഴൊക്കെ നല്ല ഹൈറ്റും വെയിറ്റാ. അപ്പൊ ഈ +2ന്റെ അതിനേക്കാളും കുറച്ചും കൂടെ ഒരു ഇത് വലിയ കുട്ടിയാണെന്ന് തോന്നിക്കും. അപ്പൊ അങ്ങനെ കല്യാണങ്ങൾ അങ്ങനെയൊക്കെ വന്നിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അപ്പൊ നമുക്ക് വീടില്ല. പിന്നെ നമ്മളിങ്ങനെ വീട്ടു ജോലിക്ക് പോവാണ്, കയ്യിലൊന്നുമില്ല എന്നൊക്കെ അറിയുമ്പം വരുന്ന ചെക്കന്മാർക്ക് വലിയ പ്രശ്നമില്ല. ഫാമിലിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. വീടില്ലാത്തതും പിന്നെ അമ്മ മാത്രമേ ഉള്ളൂ, അതും അവർക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അതിനോടൊരു ഇത് അങ്ങ് പോയി. മുമ്പേ എനിക്ക് കല്യാണത്തിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അത് വേറൊന്നുമില്ല, കല്യാണങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടാ, പ്രണയം ഭയങ്കര ഇഷ്ടാ. പക്ഷെ എന്റെ ഉള്ളില് ഇട്ടിട്ട് പോവോ, എന്റെ ഉള്ളില് അത് നല്ലോണം ഉണ്ടായിരുന്നു. കാരണം അമ്മ അനുഭവിക്കുന്നത് നമ്മളല്ലേ കാണുന്നേ. അത് ഭയങ്കര. പിന്നെ എവിടെ ചെന്നാലും അച്ഛനില്ലേ ഈ ചോദ്യാണ്. അപ്പൊ അച്ഛൻ എന്ത് പറ്റി? അപ്പൊ നമുക്ക് മരിച്ചു എന്ന് പറയാൻ നമുക്കൊരു ബുദ്ധിമുട്ടാ. അപ്പൊ നമ്മൾ പറയും ഇല്ല അച്ഛൻ ഉപേക്ഷിച്ചു. അതെന്താ ഉപേക്ഷിച്ചേ? അപ്പൊ ഇത് നിക്കില്ലല്ലോ, ഈ ഇത് അതെന്താ പറ്റി അങ്ങനെ ഉപേക്ഷിച്ചേ? അതെന്താ കാര്യം? അങ്ങനെ അപ്പൊ പിന്നെ അന്വേഷിച്ചില്ലേ? ഇങ്ങനെയുള്ള പിന്നെ ഒരു കുട്ടീനെയും കൊണ്ട് ഒരു സ്ത്രീ നടക്കുമ്പോഴുള്ള കുറെ അന്നത്തെ കാലഘട്ടത്തിൽ കുറെ കളിയാക്കലുകളും എങ്ങനെ ഉണ്ടായതാവോ അങ്ങനെയുള്ളവരെ പറയുന്നവർ വരെ ഉണ്ടായിരുന്നു. വാടകയ്ക്ക് സ്ഥലം കിട്ടാൻ ബുദ്ധിമുട്ട്, കാരണം ഒരു കൊച്ചിനെയും പിടിച്ച് ഒരു സ്ത്രീ വരുമ്പോഴേ അത് എന്ത് സ്ത്രീയാന്ന് അവിടെ ഉള്ളവർക്ക് അറിയില്ലല്ലോ, അത് എന്തിൽപ്പെട്ട സ്ത്രീയാണ്. അപ്പൊ എല്ലാവർക്കും വീട് തരാൻ, ഫാമിലി ആണെങ്കിൽ വീട് തരാം,